ഹലോ നമസ്കാരം. JP പഞ്ചാസ്യൻ ആയുർവേദിക്കിലേക്ക് സ്വാഗതം. ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ലക്ഷ്മണാരിഷ്ടം. ലക്ഷ്മണാരിഷ്ടം പൈശാചിക രത്നാവലി എന്ന ഗ്രന്ഥത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ നമ്മുടെ വൈദ്യഭാഷയെ പറഞ്ഞ അത് പ്രകാരമുള്ള ഏടാണ് ഈ മരുന്നുണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. സ്ത്രീ രോഗങ്ങളെ സംബന്ധിക്കുന്ന സ്ത്രീ രോഗങ്ങളെന്ന് പറയുമ്പോൾ ഗർഭാശയ സംബന്ധമായ എല്ലാത്തരം രോഗങ്ങൾക്കും ലക്ഷ്മണാരിഷ്ടം ഉപയോഗിച്ചു വരുന്നുണ്ട്. കൂടാതെ വന്ധ്യത പ്രശ്നങ്ങൾക്കും ലക്ഷ്മണാരിഷ്ടം ഉപയോഗിച്ച് വരുന്നുണ്ട്. പ്രധാനമായും സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞ സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അരിഷ്ടമാണ് ലക്ഷ്മണാരിഷ്ടം. ഇനി ഇതിൽ ചേർന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആയുർവേദ മരുന്ന് കൂട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമ്മുടെ കേരളത്തിലെ എല്ലാ മേഖലകളിലുമുള്ള സസ്യങ്ങൾ തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഒന്ന് തിരുത്താളി, മുത്തങ്ങ എല്ലാ മേഖലയിലും കാണപ്പെടുന്ന ഒരു ആയുർവേദ സസ്യമാണ്. പിന്നെ കുറുന്തോട്ടി, വരട്ടുമഞ്ഞൾ, മരമഞ്ഞൾ, രക്തചന്ദനം, കൂവളം. ഇവ കൂടാതെ ആയുർവേദ മരുന്ന് എന്നുള്ള നിലയ്ക്ക് ചേരുന്ന കുറച്ച് കണ്ടൻറ്റ് കൂടെ ഉണ്ട്. പ്രധാനപ്പെട്ട ഇതിൽ ചേരുന്ന ആയുർവേദ മരുന്നുകളാണ്, അല്ലെങ്കിൽ മരുന്ന് ചേരുവകളാണ് ഞാൻ പറഞ്ഞത്. മറ്റ് ആയുർവേദ മരുന്നുകളെക്കുറിച്ചും കളറിപ്പയറ്റ് യോഗയെക്കുറിച്ചിട്ടുള്ള ലഘുവിവരണങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ചാനലാണിത്. അപ്പോൾ നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.